ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ കുറേ നാളായിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ഒരു സംഭവമാണ് നമ്മുടെ പെയിൻറ്റ്, ബ്രഷ്, പെൻസിലൊക്കെ കേട്ടോ. നമ്മൾ ഡ്രോയിങ്ങും പരിപാടിയൊക്കെ കുറേ നാളായിട്ട് മാറ്റി വെച്ചേക്കുമായിരുന്നു. ഇപ്പോൾ ഞാനതൊന്ന് വീണ്ടും ഒന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറേ നാളായിട്ട് എൻ്റെ മോള് പറയുന്നതാണ് അവളുടെ ഒരു വൈറ്റ് ടീഷർട്ടിൻ്റെ ബാക്കിൽ എന്തെങ്കിലും ഒരു പടം വരച്ച് പടം പ്രിൻ്റ് ഉള്ളത് വേണമെന്നൊക്കെ കേട്ടോ. അപ്പോൾ അവൾക്ക് മിനി മൗസിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇന്ന് കരുതി ഒരു വൈറ്റ് ടീഷർട്ട് എടുത്ത് അതിൻ്റെ ബാക്ക് ഭാഗത്ത് ഫ്രണ്ടിൽ ഓൾറെഡി ഒരു ഡിസൈൻ ഉണ്ട്. അപ്പോൾ ബാക്ക് ഭാഗത്തായിട്ട് ഒരു മിനി മൗസിൻ്റെ പിക്ചറൊന്ന് വരച്ച് കളർ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഗൂഗിളിൽ നിന്ന് ഒരു മിനി മൗസിൻ്റെ ഒരു പിക്ചർ എടുത്തു, സ്ക്രീൻഷോട്ടായിട്ട് എടുത്തു. എന്നിട്ട് അതിൽ നോക്കി വരയ്ക്കുകയാണ്. എത്രത്തോളം ശരിയാവുമെന്ന് അറിയില്ല, അത് വരച്ച് കംപ്ലീറ്റ് ആകുമ്പോഴേ അറിയുള്ളൂ. എൻ്റെ ഒരു ആഗ്രഹപ്രകാരം മോൾക്ക് അതുപോലെ ചെയ്ത് കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് വരച്ചു തുടങ്ങിയതാണ് കേട്ടോ. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ അതിൻ്റെ ആ ഒരു ഫേസിൻ്റെ ഔട്ട്ലൈൻ ഒന്ന് വരച്ചു കൊടുത്തു പെൻസിൽ വെച്ചിട്ട്. അപ്പോൾ ടീഷർട്ടിൻ്റെ ഉള്ളിലായിട്ട് ഞാൻ ഒരു കട്ടിയുള്ള ഒരു ബുക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, കുറച്ച് വലിപ്പമുള്ളൊരു ബുക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ബുക്കിന് പകരം നല്ല കട്ടിയുള്ള ഒരു ചട്ട ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ചട്ട വെച്ച് കൊടുത്താലും മതി. എന്നിട്ട് നമുക്ക് പെൻസിൽ വെച്ചിട്ട് ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫേസ് ഏകദേശം ആ ഒരു കറക്റ്റ് അതിൻ്റെ അതേപോലെ ആയിട്ടില്ലെങ്കിലും, ആ ഒരു പിക്ചറിൻ്റെ അതേപോലെ ആയിട്ടില്ലെങ്കിലും കുറേയൊക്കെ ഏകദേശം സാമ്യമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് ആ മിനി മൗസിൻ്റെ തലയിലുള്ള ബോ ഒന്ന് വരച്ചു കൊടുക്കാം. ബോ കുറച്ച് വലുപ്പത്തിൽ വേണം വരച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ പിക്ചറിൽ കാണുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് ബോ ഒന്ന് വരച്ചെടുക്കാം. അപ്പോൾ ബോയുടെയും ഔട്ട്ലൈൻ കൊടുത്തു. അതിനുശേഷം നമുക്കിനി ഈ ബോയുടെ സൈഡിലായിട്ട് അതിൻ്റെ ചെവി നമുക്ക് വരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ രണ്ട് സൈഡിലും നമുക്ക് ചെവി വരച്ചെടുക്കാം. ചെവിയും പിന്നെ നമ്മുടെ ഫേസിൻ്റെ സൈഡിലോട്ട് വരുന്ന ആ ഒരു ബ്ലാക്ക് ഭാഗവും നമുക്ക് രണ്ട് സൈഡിലായിട്ട് വരച്ചെടുക്കണം. അപ്പോൾ പെൻസിലുണ്ടായതുകൊണ്ട് ചെവിയുടെ കുറച്ചൊന്ന് ചെറുതായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ഒന്നും കൂടി ഒന്ന് വട്ടം കൂട്ടി വരച്ചിട്ടുണ്ട് കേട്ടോ. ചെവി കുറച്ചും കൂടി ഒന്ന് വലുതാക്കി വരച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമ്മൾ രണ്ട് സൈഡിലും ചെവിയുടെ ആ ഒരു ഭാഗം വരച്ചെടുക്കുന്നുണ്ട്. അതുപോലെ ആ ഫേസിൻ്റെ സൈഡിലുള്ള ബ്ലാക്ക് ഭാഗവും നമ്മൾ വരച്ചെടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ മിനി മൗസിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഔട്ട്ലൈൻ വരച്ചെടുത്തത്. ഇനി അതിന് ഫേസിനുള്ളിലുള്ള അതിൻ്റെ വായും മൂക്കും കണ്ണും ഒന്ന് വരച്ചെടുക്കാം. അപ്പോൾ കണ്ണ് രണ്ടും വരച്ചിട്ടുള്ളത് ആദ്യം അങ്ങനെ ചെറിയൊരു വര വരച്ചിട്ട് അതിന് മുകളിലായിട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യം ആ ഒരു വര വരച്ചു, എന്നിട്ട് അതിന് താഴെയായിട്ട് നമുക്കൊരു വട്ടം വരച്ചിട്ട്, വട്ടമല്ല, ഒരു ഓവൽ ഷേപ്പിലൊരു മൂക്ക് വരച്ചു കൊടുക്കാം കേട്ടോ അതിൻ്റെ. അപ്പോൾ മൂക്ക് വരച്ചു കൊടുത്തു. പിന്നെ താഴെയായിട്ട് ആ കവിളിൻ്റെ നടുഭാഗത്തായിട്ട് നമുക്ക് അതിന് വായ വരച്ചു കൊടുക്കണം. അപ്പോൾ നല്ല ചിരിച്ചിരിക്കുന്ന മിനി മൗസിനെയാണ് നമ്മൾ വരച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മളിതാ അതിൻ്റെ വായ്ഭാഗം വരച്ചു. അപ്പോൾ ഇങ്ങനെ തുറന്ന് പിടിച്ചിട്ട് ചിരിക്കുന്ന ഒരു രീതിയിലാണ് കേട്ടോ ഈ ഒരു പിക്ചർ. അപ്പോൾ നമ്മൾ ആ വായ വരച്ചിട്ട് അതിനുള്ളിൽ അതിന് നാവ് കാണുന്ന രീതിയിൽ കണ്ടോ, ഇങ്ങനെ വായ തുറന്ന് പിടിച്ചിരിക്കുന്ന രീതിയിലാണ് വരച്ചിട്ടുള്ളത്. പിന്നെ ഇനി നമുക്ക് കണ്ണ് വരച്ചു കൊടുക്കാം. അപ്പോൾ കണ്ണ് നമ്മൾ ആദ്യം ഒരു ലൈൻ ഇട്ടിട്ടുണ്ടല്ലോ, അതിന് മുകളിലായിട്ട് വേണം കണ്ണ് വരച്ചു കൊടുക്കാൻ. കുറച്ച് വലുപ്പത്തിൽ വേണം നമ്മൾ കണ്ണ് വരയ്ക്കാനായിട്ട്. അപ്പോൾ ഒരു കണ്ണ് വരച്ചു. അതിനുള്ളിൽ ഒരു സൈഡിലോട്ട് നോക്കുന്ന രീതിയിൽ കൃഷ്ണമണി വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് മുകളിലായി കണ്ണിൻ്റെ പീലി നമുക്ക് വരച്ചു കൊടുക്കണം. കൺപീലി ഒരു 3 ലൈൻ ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ ഒന്ന് ചെരിച്ചിട്ട് ഒന്നിങ്ങനെ വളച്ചിട്ട് വരച്ചു കൊടുക്കുക. അതേപോലെ തന്നെ നമുക്ക് അടുത്ത കണ്ണും വരച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ അടുത്ത കണ്ണും വരച്ചിട്ടുണ്ട്. ഏകദേശം ഇപ്പോൾ എനിക്കൊരിത്തിരി സന്തോഷമൊക്കെ വരുന്നുണ്ട്. കാരണം വെച്ചാൽ വരച്ചിട്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ പിക്ചർ. അപ്പോൾ നമ്മൾ അടുത്ത കണ്ണും സെറ്റാക്കിയിട്ടുണ്ട്. അതിൻ്റെ കൺപീലിയും കൂടി വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ നമ്മുടെ മിനി മൗസിൻ്റെ ഔട്ട്ലൈൻ ഫുൾ കംപ്ലീറ്റ് ആയി. അപ്പോൾ അതിൻ്റെ കൺപീലിയും വരച്ചു. അപ്പോൾ നമ്മുടെ മിനി മൗസിൻ്റെ ഔട്ട്ലൈൻ ഫുൾ കംപ്ലീറ്റ് ആയിട്ടോ. ഇനി നമുക്ക് ഇത് പെയിൻറ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഇതിലധികം പെയിൻറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരു ബ്ലാക്ക് കളറും ഒരു പിങ്ക് ഒരു റെഡ് 3 കളറാണ് ആ കൂടി നമുക്ക് ഈ ഒരു മിനി മൗസിന് വരയ്ക്കാനായിട്ട് ആവശ്യമുള്ളൂ. പിന്നെ അവർ പിക്ചറിൽ ഇതിന് മൊത്തത്തിലൊരു ലൈറ്റ് ബ്ലൂ ഔട്ട്ലൈൻ കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ അത് കൊടുക്കുന്നില്ല കേട്ടോ.
അപ്പോൾ ഞാനിപ്പോൾ ഫസ്റ്റ് തന്നെ ബ്ലാക്ക് എടുത്തു, കാരണം കൂടുതൽ ബ്ലാക്ക് കളറല്ല അടിച്ചു കൊടുക്കാനുള്ളത്. അതുകൊണ്ട് ഔട്ട്ലൈനും എല്ലാം ബ്ലാക്ക് കളർ കൊണ്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ബ്ലാക്ക് കളറാണ് ഫസ്റ്റ് തന്നെ എടുക്കുന്നത്. അപ്പം ഫെവിക്രിലിൻ്റെ അക്രിലിക് പെയിൻ്റാണ് അക്രിലിക് കളേഴ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ബ്രഷുകൾ അത്ര പോയിൻറ്റഡ് ആയിട്ടുള്ള ബ്രഷൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഉള്ള ബ്രഷ് കൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വരയ്ക്കുകയാണ് കേട്ടോ. ഈ ബ്രഷൊക്കെ വാങ്ങിക്കണം, കാരണം കുറേ നാളായിട്ട് ഇങ്ങനെ പടം വരയും കാര്യങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് പതിയെ പടം വരകളൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ആ ഹെയർ പോലെയുള്ള ആ ഒരു ഭാഗം നമ്മളിങ്ങനെ അടിച്ചു കൊടുക്കുകയാണ്, ആ ഫേസിൻ്റെ സൈഡിലുള്ള ആ ബ്ലാക്ക് ഭാഗം. അപ്പോൾ അതിൻ്റെ ആ ഒരു ഔട്ട്ലൈൻ വരയ്ക്കുകയാണ് കേട്ടോ. അതും ചെവിയുടെ ഭാഗമൊക്കെയാണ് ബ്ലാക്ക് കളറായിട്ടുള്ളത്. അപ്പോൾ അത് നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ബ്ലാക്ക് കളർ മൊത്തത്തിൽ എവിടെയൊക്കെയാണോ ബ്ലാക്ക് കളർ ഉള്ളതെന്നുണ്ടെങ്കിൽ അതെല്ലാം നമുക്കൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അത് നമുക്ക് കാണാം. പെയിൻറ്റ് ചെയ്യുന്നത് സ്ലോവിൽ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറിംഗ് ആവുമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ സ്പീഡിൽ കാണിക്കുന്നത്. അപ്പോൾ അത് ഭയങ്കര സ്ലോവിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ പെയിൻറ്റിങ്. കാരണം വീഡിയോയിൽ ഞാൻ സ്പീഡാക്കിയിട്ടുള്ളതാണ് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ വളരെ പതിയെ ചെയ്യേണ്ടതാണ്, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പെർഫെക്ഷനൊന്നും കിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ എടുക്കുന്ന ബ്രഷ് ആയാലും നല്ല പോയിൻറ്റഡ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് പോയിൻറ്റഡ് ബ്രഷും ഒക്കെ യൂസ് ചെയ്യണം, എന്നാലാണ് നല്ല പെർഫെക്ഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ബ്ലാക്ക് കളർ വെച്ചിട്ട് കളർ അടിക്കേണ്ട ചെവിയുടെ ഭാഗവും കൃഷ്ണമണിയുടെ ഭാഗവും പിന്നെ എല്ലാ ഔട്ട്ലൈനും മൂക്ക് വായുടെ ഉൾഭാഗം ഇതെല്ലാം നമ്മൾ ബ്ലാക്ക് വെച്ചിട്ട് വരച്ചു കൊടുക്കുകയാണ്. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ആ ഒരു ഔട്ട്ലൈൻ മൊത്തത്തിലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മിനി മൗസ് ആയിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട് നമ്മുടെ പിക്ചർ കേട്ടോ. ഇനി നമുക്ക് ഇതിനുള്ളിലുള്ള റെഡ് കളറും അതുപോലെ ആ ഒരു പിങ്ക് കളറും നമുക്ക് അടിച്ചു കൊടുക്കണം. അതാണ് ഇനി അടുത്ത പരിപാടി. അപ്പോൾ നാവിൻ്റെ ഭാഗത്തിന് നമ്മൾ റെഡ് കളറാണ് കൊടുക്കുന്നത്. അത് വളരെ ഒരു ചെറിയ ഭാഗമാണുള്ളത്. അപ്പോൾ അത് നമുക്ക് റെഡ് കളർ കൊടുക്കാം. അപ്പോൾ തന്നെ ഒരു പ്രത്യേക അട്രാക്ഷനാണ് കേട്ടോ. ആ ഒരു വൈറ്റും ബ്ലാക്കും വന്നിട്ട് അതിനുള്ളിലോട്ട് ഒരു റെഡ് വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ആ റെഡ് കളർ നമ്മൾ അടിച്ചു കൊടുത്തു. അതിനുശേഷം നമ്മുടെ മിനി മൗസിൻ്റെ ബോയ്ക്ക് നല്ലൊരു പിങ്ക് കളറാണ് കൊടുക്കുന്നത് കേട്ടോ. പിങ്ക് അക്രലിക് പെയിൻറ്റ് വെച്ചിട്ട് നമ്മൾ ആ ബോ ഒന്ന് കളർ ചെയ്ത് കൊടുക്കുകയാണ്. ബോയുടെ ഷേപ്പ് കുറച്ചൊരു വളവും തിരിവൊക്കെ വന്നിട്ടുണ്ട്, എങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഭംഗിയുണ്ട് ഇല്ലേ. ഞാൻ വരച്ചതായ കാരണം എനിക്ക് ഇഷ്ടപ്പെടാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഷെയർ ചെയ്യുക. എങ്ങനെയുണ്ട്, വരച്ചത് നന്നായിട്ടുണ്ടോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ എന്താ അവിടെ ബോയ്ക്ക് നല്ല പിങ്ക് ഷെയ്ഡ് കൊടുക്കുന്നുണ്ട്. പിന്നെ ടീയ്ക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ പിങ്ക് കളറ്, അതുകൊണ്ടാണ് ഞാൻ ബോയ്ക്ക് പിങ്ക് തന്നെ കൊടുത്തത്. അങ്ങനെ നമ്മൾ ടീഷർട്ട് ഡ്രോയിങ് കഴിഞ്ഞിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് ഒരു മിനി മൗസിനെ നമ്മൾ ടീഷർട്ടിൻ്റെ ബാക്കിൽ വരച്ച് കളർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.